ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ MP-മാർ പാർലമെന്റിന് മുന്നിൽ പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് പ്രതിഷേധിച്ചിരുന്നു. വാസ്തവത്തിൽ ഇത് സ്വാമിയെ അയ്യപ്പോ എന്ന് കോടിക്കണക്കിന് ഭക്തർ പല കാലങ്ങളിലായി പാടുകയും ഇപ്പോഴും ആലപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്തിഗാനത്തെ വികലമാക്കി ആവിഷ്കരിച്ചതാണ് എന്ന് പരാതിപ്പെട്ടുകൊണ്ട് സംസ്ഥാന DGPക്ക് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. ഭക്തിഗാനത്തെ വികലമാക്കി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണ് ഗാനമെന്ന് പരാതിയിൽ പറയുന്നു. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി പ്രശാന്ത് കുഴിക്കാലയാണ് പരാതി നൽകിയത്. ഈ ഗാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്ന കാര്യവും ഓർക്കുക. പോറ്റിയെ കേറ്റിയെ എന്ന ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനത്തിനെതിരെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇതേ ഗാനം തന്നെയാണ് വികലമായ രീതിയിൽ ആവിഷ്കരിക്കപ്പെട്ടുവെന്ന് പറയുന്ന ഈ ഗാനം തന്നെയാണ് പാർലമെൻറ്റിലും കോൺഗ്രസ് അംഗങ്ങൾ ഉപയോഗിച്ചത്. അയ്യപ്പരുടെ ഭക്തരുടെ വികാരങ്ങളെയൊക്കെ വ്രണപ്പെടുത്തുന്നു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ഈ ഗാനം ഖത്തറിൽ ജോലി ചെയ്യുന്ന നാദാപുരം ചാലപ്പുറം സ്വദേശി GP കുഞ്ഞബ്ദുള്ള ആണ് എഴുതിയത്. ഖത്തറിൽ വെച്ചെഴുതിയ ഈ പാരഡി ഗാനം നാട്ടിലെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്തു. പിന്നീട് ഡാനിഷ് എന്ന ഗായകൻ ഇത് ആലപിച്ചു. CMS മീഡിയ ഉടമ സുബൈർ പന്തല്ലൂർ ആണ് ഈ പാരഡി ഗാനം പുറത്തിറക്കിയത്. നാസർ കൂട്ടിലങ്ങാടിയാണ് ഡബ്ബ് ചെയ്തത്. പാട്ട് ഹിറ്റായതോടുകൂടി സംസ്ഥാനത്തും വിദേശങ്ങളിലുമെല്ലാം സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും സ്വാമിയെ അയ്യപ്പോ എന്ന് ഭക്തിയോടുകൂടി ഗാനം ആലപിക്കുമ്പോൾ പോറ്റിയെ കേറ്റിയെ എന്നുള്ള വരികൾ ഭക്തരുടെ ഉള്ളിൽ വന്ന് യഥാർത്ഥ ഭക്തിയെ ഇല്ലാതാക്കുമോ എന്നുള്ള സംശയം ഉയരുന്നുവെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിശ്വാസികളിൽ പലരും ഇപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഭക്തിഗാനത്തിൻ്റെ ഇനത്തിൽ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഇറക്കിയത് ശരിയായില്ല എന്നും അത് വിശ്വാസികളുടെ വ്രണപ്പെടുത്തുമെന്നും വികാരവ്രണപ്പെടുത്തുമെന്നും CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം സൂചിപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് പാട്ട് ഇറക്കിയതെന്നും ഭക്തിഗാനങ്ങളെ വികലമായി ഇങ്ങനെ ഉപയോഗിക്കരുതെന്നും അദ്ദേഹം പറയുന്നു. ശരണമന്ത്രത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെന്നും രാജു എബ്രഹാം പറഞ്ഞു.